Motion of projectile. A particle which is projected into space at an angle to the horizontal is called projectile. ഒരു യു എന്ന വെലോസിറ്റിയിൽ ആൽഫ എന്ന ആംഗിളിൽ ഒ എന്ന പോയിന്റിൽ വെച്ച് ഒരു പാർട്ടിക്കിൾ സ്പേസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രൊജക്റ്റൈൽ. അപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് പാത്ത്. അപ്പോൾ ഈ പാത്തിനെ പറയുന്ന പേരാണ് ട്രജക്ടറി. ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന പാത്താണ് ട്രജക്ടറി. ഓക്കെ, വെലോസിറ്റി എന്ന് പറയുമ്പം ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് യു. ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് യു. ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. ഈ ഒ എന്ന പോയിൻ്റാണ് പോയിൻ്റ് ഓഫ് പ്രൊജക്ഷൻ. സി ആണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും കുറച്ച് ഹൈറ്റ് മാറി ഒ എന്ന പോയിന്റിൽ വെച്ചാണ് ഇപ്പം പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പം ഒ എന്ന പോയിൻ്റാണ് പോയിൻ്റ് ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, ഈ റേഞ്ച്, ഈ പോയിൻ്റ് ഓഫ് പ്രൊജക്ഷൻ മുതൽ ഈ പാർട്ടിക്കിൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന ബി എന്ന പോയിൻ്റ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് റേഞ്ച്. ഈ ഒ എന്ന പോയിൻ്റ് ഓഫ് പ്രൊജക്ഷൻ മുതൽ ഈ പാർട്ടിക്കിൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന ബി എന്ന പോയിൻ്റ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുമ്പം ഈ പോയിൻ്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്നും വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻ ട്രജക്ടറിയുടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പം ഹൊറിസോണ്ടൽ റേഞ്ചും രണ്ടും രണ്ടാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ്, ഗ്രൗണ്ട് വരെയുള്ള ടോട്ടൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുമ്പം അത് ആ പോയിൻ്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്നും വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ആൻഡ് ഈ ഡിസ്റ്റൻസ് ആണ് റേഞ്ച്. ഒ എ ആണ് ഹൊറിസോണ്ടൽ റേഞ്ച്, സി ബി ആണ് റേഞ്ച്. വെലോസിറ്റി പറഞ്ഞു, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ പറഞ്ഞു, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പോയിൻ്റ് ഓഫ് പ്രൊജക്റ്റ് ചെയ്യുന്ന സാധനം ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യാനെടുക്കുന്ന സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഹൊറിസോണ്ടൽ റേഞ്ച് പറഞ്ഞു, പോയിൻ്റ് ഓഫ് പ്രൊജക്ഷൻ പറഞ്ഞു. പ്രൊജക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, ഇനി ഇതിപ്പം മോഷൻ ഇൻക്ലൈൻഡ് ഓൺ ലെവൽ ഓഫ് ഗ്രൗണ്ടിൽ നിന്നും ഒരു ആൽഫ എന്ന ആംഗിളിൽ ഒരു പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നും ആൽഫ എന്ന ആംഗിളിൽ യു എന്ന വെലോസിറ്റിയിൽ ഒരു പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന പാത്താണ് ഇത് വരച്ചിരിക്കുന്നത്. ആ പാത്തിൻ്റെ പേരാണ് ട്രജക്ടറി. ഓക്കെ, നമുക്കൊരു പി എന്ന പോയിൻ്റ് എടുക്കാം. പി എന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാത്തിലെ ഒരു പോയിൻ്റാണ് പി എക്സ് വൈ. അതായത് ഈ പോയിൻ്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ മാറിയും വൈ ഡിസ്റ്റൻസ് വെർട്ടിക്കൽ മാറിയും ആയിരിക്കും. അതാണ് പി എക്സ് കോമ വൈ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ യു ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിന് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. യു സൈൻ ആൽഫ ഉണ്ട്, യു കോസ് ആൽഫ ഉണ്ട്. അപ്പോൾ ഈ എക്സും വൈയും കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ യു കോസ് ആൽഫ ഇൻറ്റു 3. വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ടാൻ ആൽഫ മൈനസ് 1/2 ഇൻറ്റു ജി എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. എക്സ് ഈ ഒരു പോയിൻ്റ്, ഏതെങ്കിലും ഒരു പോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതിൽ എക്സ് ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് യു കോസ് ആൽഫ ഇൻറ്റു ടി. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എക്സ് ടാൻ ആൽഫ മൈനസ് ഹാഫ് ജി എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. ഇനി എച്ച് മാക്സ്, അതായത് ഈ പ്രൊജക്റ്റൈലിൻ്റെ മാക്സിമം ഹൈറ്റ് എത്രമാത്രം ഇത് പൊങ്ങുന്നു, അതായത് മാക്സിമം ഹൈറ്റാണ് എച്ച് മാക്സ്. ഗ്രൗണ്ടിൽ നിന്നുണ്ടാകുന്ന മാക്സിമം ഹൈറ്റ്, അതാണ് എച്ച് മാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2g. ഇനി അടുത്ത
ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ടി ഈക്വൽ ടു ടു യു സൈൻ ആൽഫ ബൈ ജി. ടി ഈക്വൽ ടു ടു യു സൈൻ ആൽഫ ബൈ ജി. പിന്നെ ഹൊറിസോണ്ടൽ റേഞ്ച്, അത് പോയിന്റ് ഓഫ് പ്രൊജക്ഷനിൽ നിന്നും അത് ഗ്രൗണ്ടിൽ വന്ന് ഇടിക്കുന്ന വരെയുള്ള റേഞ്ചാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് യു സ്ക്വയർ ബൈ ജി സൈൻ 2 ആൽഫ. ഇക്വേഷൻസ് എല്ലാം പഠിക്കണം, എന്നിട്ട് ഇനി പ്രോബ്ലം ചെയ്യാം. A particle is projected with a velocity u at an angle of elevation alpha from the origin. It passes through 2 points 15,8 and 14,9 on its path. Find the greatest height reached by the particle and its range. ഒരു പാർട്ടിക്കിൾ ഇതുപോലെ യു എന്ന വെലോസിറ്റിയിൽ ആൽഫ എന്ന ആംഗിളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തു. യു എന്ന വെലോസിറ്റിയിൽ ആൽഫ എന്ന ആംഗിളിൽ ഒരു പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്തു. അതിപ്പോൾ 2 പോയിന്റിൽ കൂടെ കടന്നു പോയെന്ന് പറയുന്നു. 15,8 എന്ന പോയിന്റിൽ കൂടെയും 40,9 എന്ന 2 പോയിന്റിൽ കൂടെ ആ പാർട്ടിക്കിൾ കടന്നു പോയെന്ന് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നു. ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ പാർട്ടിക്കിൾ, അതായത് എച്ച് മാക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. എച്ച് മാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്നിട്ട് റേഞ്ച്, ഗ്ರೇറ്റസ്റ്റ് ഹൈറ്റും കണ്ടുപിടിക്കണം, റേഞ്ചും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. ഇതിൻ്റെ വൈ ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വൈ ഈക്വൽ ടു എക്സ് ടാൻ ആൽഫ മൈനസ് ഹാഫ് ജി എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് യു കോസ് ആൽഫ ഇൻറ്റു ടി. വൈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം എക്സ് ഈക്വൽ ടു 15,8 ആകുമ്പോൾ ഈ വൈ എന്ന ഇക്വേഷനകത്ത് വൈക്ക് പകരം 8ഉം എക്സിന് പകരം 15ഉം ഇട്ട് കൊടുക്കണം. വൈക്ക് പകരം വൈയുടെ വാല്യൂ 8 ആണ്, എക്സിന് പകരം 15 ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് 15 ടാൻ ആൽഫയും 8ഉം ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് ബാക്കി അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു. അപ്പം ഞാൻ അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. അതാണ് ഇക്വേഷൻ 1. ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷനാണ് രണ്ടാമത്തെ പോയിൻ്റാണ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 40,9. എക്സ് 40യും വൈ 9ഉം ആകുമ്പോൾ ഉള്ള കണ്ടീഷൻ. അപ്പം ഈ വൈയുടെ സ്ഥാനത്ത് 9ഉം എക്സിൻ്റെ സ്ഥാനത്ത് 40 ഇട്ട് കൊടുക്കണം. ഇക്വേഷനകത്ത് വൈയുടെ സ്ഥാനത്ത് 9ഉം എക്സിൻ്റെ സ്ഥാനത്ത് 40യും ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ വരും. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ഞാൻ 40 ടാൻ ആൽഫയും 9ഉം ഒരു സൈഡിൽ കൊണ്ടുവന്നു, എന്നിട്ട് ബാക്കി അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ 2/1 ചെയ്യുമ്പോൾ 40 ടാൻ ആൽഫ മൈനസ് 9/15 ടാൻ ആൽഫ മൈനസ് 8 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ഹാഫ് ജി ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് രണ്ടിടത്തും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് രണ്ടും വെട്ടിപ്പോയിട്ട് 40 സ്ക്വയർ ബൈ 50 സ്ക്വയർ എന്ന് വരും. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇത് 40 സ്ക്വയർ ബൈ 50 സ്ക്വയർ ഈക്വൽ ടു 7.11 ആണ്. 7.11 ആണ്. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ, അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടാൻ ആൽഫയുടെ വാല്യൂ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ ടാൻ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ആൽഫയുടെ വാല്യൂ 35.75 കിട്ടും. അപ്പോൾ ആൽഫയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കേണ്ടത് ഇനി നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റിയും കൂടെ കണ്ടുപിടിച്ചാൽ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇക്വേഷൻ 1-നകത്ത് ടാൻ ആൽഫയുടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ടാൻ ആൽഫയുടെ വാല്യൂ ആൽഫയ്ക്ക് പകരം 35.75 ഇട്ട് കൊടുക്കുമ്പോൾ യു വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. ഇപ്പോൾ യു വെലോസിറ്റി കിട്ടി. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച് മാക്സ് റേഞ്ചുമാണ് ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എച്ച് മാക്സിൻ്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ ബൈ 2 ചെയ്യണം. അപ്പോൾ അതിനകത്ത് യു കിട്ടി, ആൽഫ കിട്ടി, ജി നമുക്കറിയാം. അപ്പോൾ എച്ച് മാക്സ് കണ്ടുപിടിക്കാമല്ലോ. എച്ച് മാക്സ് കിട്ടും 10.42 മീറ്ററിന് എച്ച് മാക്സ് കിട്ടും. ഇനി റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ യു സ്ക്വയർ സൈൻ 2 ആൽഫ ബൈ ജി ആണ്. യുവിൻ്റെ വാല്യൂ നമുക്കറിയാം, കണ്ടുപിടിച്ച്
ആൽഫയുടെ വാല്യൂ അറിയാം, ജിയുടെ വാല്യൂ അറിയാം, അപ്പം റേഞ്ചും കിട്ടും. ഇനി അടുത്ത കണ്ടീഷൻ, മോഷൻ ഓഫ് പാർട്ടിക്കിൾ ത്രോൺ ഹൊറിസോണ്ടലി ഇൻ ടു എ സ്പേസ്. നമ്മളൊരു ഹൈറ്റിൽ നിന്ന് ഒരു പാർട്ടിക്കിൾ ഹൊറിസോണ്ടലി സ്പേസിലോട്ട് ത്രോ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം ഇതുപോലെ ഹൊറിസോണ്ടലി ഈ ഒരു പോയിന്റിൽ നിന്നും എ എന്ന പോയിന്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് എച്ച് എന്ന ഹൈറ്റിൽ എ എന്ന പോയിന്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ ഹൊറിസോണ്ടലായിട്ട് എറിയുമ്പോൾ ഇങ്ങനൊരു പാത്തായിരിക്കും ഉണ്ടാകുന്നത്. ഇതിനൊരു ഹൊറിസോണ്ടൽ മോഷനും കാണും, വെർട്ടിക്കൽ മോഷനും കാണും. ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ടാകുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റി കാരണമാണ്. വെർട്ടിക്കൽ മോഷൻ ഉണ്ടാകുന്നത് ഗ്രാവിറ്റി മൂലം വെർട്ടിക്കലായിട്ടൊരു മോഷനും ഉണ്ടാകും. അതുകൊണ്ടാണ് പാത്ത് ഇങ്ങനെ കർവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റും റേഞ്ചും കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ ഉണ്ട്, നമുക്ക് പഠിച്ചാൽ മതി. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് എറിയുന്ന പോയിന്റ് ടൈം എറിഞ്ഞ് ഗ്രൗണ്ടിൽ വന്ന് ഇടിക്കുന്ന സമയമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് T √2h/g. ഇനി അടുത്ത റേഞ്ച് എന്ന് പറയുമ്പോൾ എറിയുന്ന പോയിന്റ് മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് u/t. അപ്പം ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ, അതായത് ഇതിൻ്റെ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് എറിയുന്ന സമയം മുതൽ ഗ്രൗണ്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന വരെയുള്ള ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √2h/g. അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ u/t ആണ്. അതിൻ്റെ പ്രോബ്ലം ചെയ്യാം. എ പൈലറ്റ് ഫ്ലൈയിങ് ഹിസ് ബോംബർ അറ്റ് എ ഹൈറ്റ് ഓഫ് 100 meter with uniform horizontal velocity of 30 meter per second wants to strike a target on ground. At what distance from the target he should release the bomb? അതായത് ഒരു എയറോപ്ലെയിൻ 100 meter മുകളിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അയാൾക്ക് ആ എയറോപ്ലെയിൻ, അതായത് ഒരു ബോംബ് എയറോപ്ലെയിനിൽ നിന്നും ബി എന്ന പോയിന്റിലോട്ട് സ്ട്രൈക്ക് ചെയ്യണം. അതായത് അപ്പം സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് മുമ്പേ ആ ബോംബ് വിട്ടാലാണ് ബി എന്ന പോയിന്റിൽ വന്നത് ഇടിക്കുന്നതെന്നാണ് ചോദ്യം. അതായത് ഒരു 1000 meter ആൾട്ടിറ്റ്യൂഡിൽ സഞ്ചരിക്കുന്ന ഒരു പ്ലെയിന് ബി എന്ന ടാർഗറ്റിൽ ഒരു ബോംബ് സ്ട്രൈക്ക് ചെയ്യിക്കണം. അപ്പോൾ സ്ട്രൈക്ക് ചെയ്യിക്കണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് മുന്നേ ആ ബോംബ് റിലീസ് ചെയ്യണമെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനാണ്, മോഷൻ ഓഫ് പാർട്ടിക്കിൾ ത്രോ ഇൻ ടു സ്പേസ് ഇൻ ഹൊറിസോണ്ടൽ വെലോസിറ്റി. ഈ കണ്ടീഷനാണ് ഇപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ, മോഷൻ ഓഫ് പാർട്ടിക്കിൾ ത്രോൺ ഹൊറിസോണ്ടലി ഇൻ ടു സ്പേസ്. ആ കണ്ടീഷനിലാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് ഇത് ഹൊറിസോണ്ടലായിട്ടായിരിക്കും ബോംബ് സ്പേസിലോട്ട് വിടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് ഇടുവാണെങ്കിൽ ഉത്തരം കിട്ടും. ഇക്വേഷൻ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ T √2h/g ആണ്. h 1000 meter ആണ് ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ജിയുടെ വാല്യൂ നമുക്കറിയാം, അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത u കണ്ടുപിടിക്കണം, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ u/t ആണ്. u/t. ഇപ്പോൾ ടിയുടെ വാല്യൂ നമുക്ക് കിട്ടി. u എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി 30 meter per second ആണെന്ന് ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ u/t ഇടുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 3 കിട്ടും.